പ്രൈസ് ലോർഡ്. നമ്മള് പൊതുവില് കർത്താവ് ഒരിക്കലും ഉദാഹരണം പറഞ്ഞല്ലോ, മണവാളിനെ കാത്തിരുന്ന മണവാട്ടിമാരെ കുറിച്ച്, 10 കന്യകമാരെ കുറിച്ച്. നമ്മളിവിടെ വായിക്കുന്ന കർത്താവ് വരുവാൻ മണവാളം വരാൻ താമസിച്ചപ്പോൾ അവരെല്ലാം ഉറങ്ങിപ്പോയി നമ്മൾ വായിക്കുന്നു. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ക്രിസ്തീയത്തിന്റെ ഓട്ടത്തിനിടയ്ക്ക് ചില സമയങ്ങളിൽ നമ്മൾ മയങ്ങിപ്പോവാറുണ്ട്. മയങ്ങിപ്പോകുമ്പോൾ നമ്മളെ ഉണർത്താൻ വേണ്ടി കർത്താവ് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തില് അതിനോടുള്ള ബന്ധത്തില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 14-ാം വാക്യം, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കാൻ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും. പക്ഷേ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5 പറയുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ. അപ്പൊ ഇത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പം കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലിരിക്കുമ്പം യുദ്ധശ്രുതികളെ കുറിച്ചേ കേൾക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ യുദ്ധ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നമ്മളെ ഉണർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണർന്ന് തലപൊക്കാനാണ് കർത്താവിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ തെസ്സലോനിക്കർ 5:15 വായിച്ച പോലെ, നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു തമ്മിൽ ആത്മീയവർദ്ധന വരുത്തുകയും ചെയ്യുകയും. ഇതെല്ലാം കാണുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അന്യോന്യം പ്രബോധിപ്പിക്കാനാണ്, ഉത്സാഹിപ്പിക്കാനാണ്, ആത്മീയവർദ്ധന വരുത്താനാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു എന്നറിഞ്ഞ് തലകളെ ഉയർത്താനുള്ള ഒരു വിളിയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ ശാഖ്രർ പറയാറുണ്ട്, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ബ്രദർ പറയാറുണ്ട്, ഞാൻ മരണത്തെ അല്ല പ്രതീക്ഷിച്ചിരിക്കുന്ന, കർത്താവിന്റെ വരവിനെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഉണർവ് നമ്മൾ ഈ കാണാൻ കഴിയത്തില്ല. ഒരു മയക്കത്തിന്റെ മനോഭാവം നിരന്തരമായിട്ട് നമ്മൾ ഈ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ ഉണർത്താൻ കർത്താവ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തെസ്സലോനിക്കർ 5:6 നമ്മളിങ്ങനെ വായിക്കുന്നത്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുകയാണ്. സുബോധമായിട്ടിരിക്കുന്നവർക്ക് മാത്രമേ വിളി കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ വരവ് അടുക്കും തോറും എബ്രായ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്ന കാര്യം അധികമായിട്ട് ചെയ്യേണ്ടതാണെന്ന്. നാൾ സമീപിക്കുന്ന കാണുന്തോറും അധികമായി. കാരണം ഈ കർത്താവിന്റെ നാളടുക്കുമ്പം പൊതുവിൽ ഉറക്കാനുള്ള ഒരു ശക്തമായ പ്രവർത്തനം സാത്താൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി ദിനംപ്രതി നമുക്ക് ഈ ഉണർത്തലിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഉണർന്ന് തയ്യാറായിരിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാൻ, നമുക്ക് കൂടുതൽ കർത്താവിന്റെ മുഖം അന്വേഷിക്കാൻ നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അപ്പൊ നമ്മൾ ശക്തരാണോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നേ? നമ്മുടെ ചിന്ത നമ്മൾ ശക്തരാണെന്ന്. നമ്മളെല്ലാം നേരിടുന്ന ഒരു അപകടവാദം, നമ്മളെക്കുറിച്ച് തന്നെ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ ശക്തനാണെന്നൊരു ചിന്ത നമുക്കുണ്ട്. പക്ഷെ ഇവിടെ അതിന്റെ ഒരു ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ശക്തരാണെങ്കിൽ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. ബലഹീനതയോടുള്ള ബന്ധത്തിൽ പറയുമ്പം പാപത്തെക്കുറിച്ചല്ല പറയുന്നത്. പാപം ബലഹീനത എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാപം തന്നെയാണ്, ബലഹീനതയാണ്. പക്ഷെ 14:1 നമ്മൾ ചിന്തിച്ചിരുന്നു, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ
ബലഹീനായവനെ ചേർത്തുകൊള്ളുകയും. നമുക്കെല്ലാം വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം പല തലങ്ങളിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഒന്നിച്ചൊരു ചർച്ചയിലായിരിക്കുമ്പം നമ്മൾ നേരിടുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഈ ബലഹീനരെ പലപ്പോഴും നമുക്ക് സഹിക്കാൻ കഴിയാതെ പോകും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ശക്തരാണെന്നാണ്. ബലഹീനതകളോടുള്ള ബന്ധത്തിൽ നമുക്ക് പലപ്പോഴും സഹതാപം കാണിക്കാൻ കഴിയാണ്ട് പോകും. അത് വലിയൊരു അപകടമാണ്. അത് കാണിക്കുന്നത് നമ്മളും ബലഹീനരാണെന്നുള്ളതാണ്. നമ്മൾ ശക്തരാണെങ്കിൽ നമുക്ക് അശക്തരോട് ബലഹീനത കാണിക്കാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്കർ 5:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ ലേഖനം 5:14-15 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുകയും. അപ്പം ബലമുള്ള ഒരാളുടെ ലക്ഷണം, യഥാർത്ഥ ബലമുള്ളയാളാണ് ബലഹീനരെ താങ്ങും. ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പൊ നമുക്ക് ബലഹീനരെ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ലെന്നുള്ള. വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുന്നുണ്ട്, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ സഭയിൽ ഒരു തൂണാക്കും. തൂണിന്റെ ഉദ്ദേശം എന്താ? പഴയ കാലഘട്ടത്തിലൊക്കെ വീടുകള് തൂണുകളേലായിരുന്നു പണിയുന്ന, കയറ്റുന്ന. 4 അല്ലെങ്കിൽ 6 തൂണ് കുഴിച്ചിട്ടിട്ട് അതേലാണ് ഉത്തരം വെച്ച് അതിന്റെ മുകളിൽ കൂട്ടുകയറ്റിക്കൊണ്ടിരുന്നത്. ആ തൂണ് ബലമില്ലാത്തതാണെങ്കിൽ അതിന്റെ മേലെ കൂടുതൽ കൂടുതൽ ഭാരം വരുമ്പം ഒന്നുകിൽ ഒടിഞ്ഞു പോവും, അല്ലെ പെടന്നു പോവും. ഇത് താങ്ങാൻ കഴിയത്തില്ല. ആ തൂണുകൾ ശക്തമാണെങ്കിൽ മാത്രമേ അതിന്റെ മേലെയുള്ള ഭാരത്തെ ഇതിന് താങ്ങാൻ കഴിയത്തുള്ളൂ. ഇവിടെ നമ്മളോട് പറയുന്നു, ബലഹീനരെ താങ്ങുകയും. അപ്പൊ ചർച്ചിനുള്ളില് ഒരു വീട് പോലെയാണ്. പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവും. ശിശുവിന്റെ മനോഭാവമുള്ളവരാ കാണും. ബാല്യത്തിന്റെയും യൗവനത്തിന്റെയും പിതാക്കന്മാരുടെയും ഒക്കെ തലത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു യഥാർത്ഥ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഈ ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ ഏത് ബലഹീനതയും താങ്ങി നമുക്ക് അവരെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അവരുടെ സംസാരത്തിൽ കൊഞ്ഞയുള്ളത് നമുക്കൊരു ഭാരമല്ല, നമുക്ക് സന്തോഷമാണ്. ഒരു കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിന്റെ മാതാപിതാക്കൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ഭയങ്കര സന്തോഷം അത് കേൾക്കുന്നത്. ചർച്ചിനുള്ളിലും അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ട്, സംസാരിച്ച് തുടങ്ങുന്നവര്. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മളവരെ വിധിക്കുകയും ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണോ, അതോ നമ്മൾ അവരോടുകൂടെ സന്തോഷിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണോ? പക്ഷെ നമ്മുടെ ഒരു നേച്ചറുള്ളൊരു കാര്യം, നമ്മളിൽ തന്നെ ശക്തരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് താങ്ങാനോ ഉത്സാഹിപ്പിക്കാനോ കഴിയത്തില്ല. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യും. പക്ഷെ യഥാർത്ഥ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുമ്പോൾ വീഴുന്ന കാണുമ്പം നമുക്ക് കോപം വരത്തില്ല, നമുക്ക് സന്തോഷമാണ് വരുന്നത്. നമ്മൾ ഉത്സാഹിപ്പിക്കും, കൈപിടിച്ച് നടത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചർച്ചിനുള്ളിൽ പലപ്പോഴും നമ്മളായിരിക്കുമ്പം നമ്മൾ വീഴുമ്പം കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും താഴ്ത്തിക്കെട്ടാനൊക്കെ ശ്രമിക്കാറുണ്ട്. അത് കാണിക്കുന്നത് ഒരു പക്വതയിലേക്ക്, അല്ലെ ഒരു പ്രായപൂർത്തിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെന്നുള്ളതാണ്. നമ്മൾ വളരും തോറും നമുക്കൊരു പിതാവിന്റെ ഹൃദയമാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ആ പിതാവിന് പല വളർച്ചയിലുള്ള മക്കൾ കാണും. പിതാവിനെ സംബന്ധിച്ച് അവരെല്ലാം പ്രിയപ്പെട്ടവരാണ്. നമുക്കങ്ങനാണോ? നമ്മുടെ ചർച്ചിൽ ദൈവം നമ്മളോടൊപ്പം ആക്കി വെച്ചിരിക്കുന്ന ബലഹീനരെ കാണുമ്പോൾ ഒരു പിതാവിന്റെ ഹൃദയമാണ് നമുക്കുള്ളത്, അതോ ഒരു അധ്യാപകന്റെ മനോഭാവമാണ്? പിതാവ് തൻ്റെ മക്കളുടെ വീഴ്ചയൊക്കെ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തത്തില്ല, അവരെ ഉത്സാഹിപ്പിക്കത്തേ ഉള്ളൂ, സഹായിക്കത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചർച്ചിനുള്ളിലായിരിക്കുമ്പം റോമാലേഖനം 15 അധ്യായം പറയുന്ന, ശക്തരായ നിങ്ങൾ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണമെന്നാണ് പറഞ്ഞിരിക്കുക.
ഈ 15-ന്റെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ശക്തനായ ഒരാളുടെ പ്രത്യേകത ആരോടും തിന്മ ചെയ്യാതെ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ വചനങ്ങൾ മുമ്പായി ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നമ്മൾ അങ്ങനെ ആണോ. നമ്മളെ സംബന്ധിച്ചുള്ള സത്യം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, പൂർണ്ണരല്ല, നമ്മൾ പൂർണ്ണതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ മുമ്പിൽ ഓടുന്നവർക്ക് നമ്മുടെ അപൂർണതകൾ കാണാൻ കഴിയും. അവര് നമ്മളോട് കരുണ കാണിക്കുന്ന പോലെ നമ്മുടെ പിന്നാലെ ഓടുന്നവരുടെ അപൂർണതകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരോട് കരുണ കാണിക്കുകയും അവരെ താങ്ങുകയാണ് ചെയ്യേണ്ടി. അതിനു പകരം പലപ്പോഴും നമുക്ക് കരുണയില്ലാത്തൊരു മനോഭാവം കാണാനായിട്ട് ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കരുണയുണ്ടാവത്തില്ല. ന്യായപ്രമാണത്തിൽ അത് കരുണ കൂടാതെ 2-3 സാക്ഷിയുടെ വാമൊഴിയാൽ മരണശിക്ഷ വിധിക്കുമെന്ന, കരുണ കൂടാതെ. പക്ഷെ നമ്മൾ പുതിയത്തിലേക്ക് വരുമ്പം കരുണയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യാക്കോബോസിന് പറഞ്ഞ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പൊ നമ്മളും നിരന്തരമായിട്ട് ദൈവത്തിന്റെ കരുണയിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നുപോകും. നമ്മുടെ പിന്നാലെ ഓടുന്നവരെ കാണുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നുള്ള ചിന്ത നമ്മൾ മറന്നിട്ട് നമ്മൾ അവരോട് പലപ്പോഴും കഠിനതയോടെ ഇടപെടാറുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവൃത്തി ചെയ്യുമ്പം നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കുകയും കരുണ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. എഫെസ്യരിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. റോമർ 12 നമ്മളിങ്ങനെ വായിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും കൂടുതൽ ദൈവിക സ്വഭാവം നമ്മൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ സംഭവിക്കുന്നില്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം ദൈവികമായ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ലെന്നുള്ളതാണ്. തുടർന്ന് പറയുന്നത്, ബലഹീനത ചുമക്കി നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമുക്കറിയാം, നമ്മുടെ ശക്തി കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പ്രശംസയും പ്രസാദവും ഒക്കെ തോന്നുന്നത്. മറ്റൊരാള് നമ്മളെ സഹായിച്ചു, നമ്മൾ വേറൊരാളെ സഹായിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മളെക്കുറിച്ച് തന്നെ ഒരു പ്രശംസ ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മുടെ ശക്തിയിൽ നിന്ന് നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് നമ്മളിൽ തന്നെ നമുക്കൊരു പ്രശംസ ഉണ്ടാകുന്നത്. അതേസമയം ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന കരുണയാണ് എന്നെ ഈ നിലയിലാക്കിയെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തനിക്ക് തന്നെ പ്രസാദിക്കാതിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. തുടർന്ന് 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരന്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നന്മ എന്ന് പറയുമ്പോൾ ആത്മീയ വർധനയായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് ദൈവത്തിനോട് പറയുന്നത്. നമ്മൾ 1 Corinthians 9 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 Corinthians 9:22 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നേ, അപ്പോസ്തലൻ പറയുന്നത്, ബലഹീനനെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. താൻ ശക്തനായിരുന്നു അല്ലെ. കൊരിന്ത്യരോടൊക്കെയുള്ള വിശ്വാസത്തിൽ അവരോടുള്ള ബന്ധത്തിൽ ലേഖനമൊക്കെ എഴുതുമ്പോൾ താൻ വളരെ ശക്തനാണ്. പക്ഷെ ഇവിടെ താൻ പറയുന്നത് ബലഹീനനെ നേടേണ്ടതിന് ഞാൻ ബലഹീനന്മാർക്ക് ബലഹീനനായി. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പം നമ്മൾ സ്ഫുടമായിട്ടല്ല അവരോട് സംസാരിക്കുന്നത്. അവരവ്യക്തമായിട്ട് സംസാരിക്കുന്ന പോലെ നമ്മളും കുഞ്ചി അവരോട് പറയുന്നത്. പക്ഷെ അവരോട് നമ്മൾ താതാമ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം അതിന്റെ മൂത്തൊരു ചേട്ടനാണെങ്കിൽ അതിനെ വഴക്ക് പറയും, നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടേ, നന്നായിട്ട് സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒരു പിതാവ് ഒരിക്കലും അങ്ങനെ ചോദിക്കത്തില്ല. അതിന്റെ കാരണം പിതാവിന് കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളും പലപ്പോഴും ഒരു മൂത്ത സഹോദരന്റെ മനോഭാവമുള്ളവരായിട്ട് പോവാറുണ്ട്. മറ്റുള്ളവരെ, താഴെയുള്ളവരെ വിധിക്കുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും പരാതി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലത്തിൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, താൻ ഒരു ബലഹീനന്റെ അടുക്കൽ ചെല്ലുമ്പോൾ താനും ഒരു ബലഹീനനെ പോലെയാണ് അവരോട് ഇടപെടുന്നത്.
ഒരു ശിശുവിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ഒരു ശിശുവിനെ പോലെ സംസാരിക്കുന്ന പോലെ ഒരു ബലഹീനന്റെ അടുക്കൽ ചെല്ലുമ്പം അവരെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കാനായിട്ട്, ആത്മീയമായിട്ട് പണിയാനായിട്ട് നമ്മൾ ഒരു ബലഹീനനെ പോലെയാണ് അവരുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പൊറുക്കുകയും ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ദോഷം കണക്കിടാതിരിക്കുകയും ചെയ്ത് ആ സഹോദരനെ അല്ലെ സഹോദരിയെ നമ്മൾ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. 1 Corinthians 10:23 വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, സകലത്തിൽ എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലത്തിന് എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീയവർദ്ധന വരുത്തുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മീയവർദ്ധനയ്ക്കുള്ളതിന് ശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് 24 വാക്യത്തില് അപ്പോസ്തലൻ പറയുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കട്ടെ. നമ്മളൊരു പാഠ്യം പാടാറില്ലേ, പ്രായമായപ്പോൾ പഠിച്ച് ഞാനും സ്വന്തം കാര്യം ആദ്യം നോക്കണം. നമ്മുടെ എല്ലാ നേച്ചറിൽ അതുണ്ട്. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി അന്വേഷിക്കട്ടെ. അതുപോലെ തന്നെ 10-ാം അധ്യായത്തിന്റെ 33 1 Corinthians 10:33 ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. തൻ്റെ ഈ ശ്രമത്തിന്റെ എല്ലാ ലക്ഷ്യം മറ്റുള്ളവരെയും രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി മറ്റുള്ളവരെ എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. 2 Corinthians ലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ അപ്പോസ്തലൻ കൊരിന്ത്യ വിശ്വാസികളോട് പറയുകയാണ്, ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം കൊരിന്ത്യ വിശ്വാസികളുടെ മുമ്പില് താനായിരിക്കുമ്പോൾ താൻ ബലഹീനെ പോലെ ആയിരുന്നു. അപ്പം താൻ ബലഹീനായിരുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് 12-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്ന ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകണം. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ബലഹീനാകും തോറും നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തനായിക്കൊണ്ടേയിരിക്കും. ഈ ഞായറാഴ്ച ഞാൻ വയനാട്ടിലോട്ട് പോകുമ്പം ഞാനൊരു KSRTC ബസ്സിന്റെ പുറകിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് അവരെ ആളിറക്കാൻ വേണ്ടി ചവിട്ടിയപ്പോൾ ഞാൻ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കയറുക. അപ്പം ബൈക്കിനെതിരെ ഒരാൾ വന്നു. റോഡിന് ഇഷ്ടംപോലെ വീതിയുണ്ട്, പുള്ളിക്ക് പോകാൻ ഇഷ്ടംപോലെ ഇടയുണ്ട്. പക്ഷെ പുള്ളി ഞാനങ്ങനെ കയറി ചെന്ന് കണ്ടിട്ട് എന്നെ കുറെ തെറി പറഞ്ഞു. ആ പരീക്ഷയുടെ മുമ്പിലാണ് നമ്മൾ ശക്തരാണോ ബലഹീനരാണോ എന്ന് അറിയുന്നത്. നമ്മൾ ബലഹീനരാണേൽ ഒന്നും പറയത്തില്ല തിരിച്ച്. പക്ഷെ നമ്മൾ ശക്തരാണേൽ നമ്മളെ ന്യായീകരിക്കുകയും തിരിച്ചടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഓരോ പരീക്ഷയിലും നമ്മൾ ബലഹീനരാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കത്തുള്ളൂ. ആന്തരികമായിട്ട് ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ ദൈവശക്തി എൻ്റെ മേല് വ്യാപരിച്ചിട്ട് ആന്തരികമായിട്ട് അകത്തെ മനുഷ്യൻ എന്നെ കൂടുതൽ ശക്തനായിക്കൊണ്ടേയിരിക്കും. ഞാൻ വിശ്വാസത്തിലും സഹിഷ്ണുതയിലൊക്കെ ആരോഗ്യമുള്ളവനായിക്കൊണ്ടേയിരിക്കും. പക്ഷെ പുറമെ ഞാൻ നിരന്തരമായൊരു മരണത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. 66-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 66-ാം സങ്കീർത്തനം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളില്, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ നമ്മളെ ദൈവം മറ്റുള്ളവരെ നമ്മുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കുന്ന, പക്ഷെ പലപ്പോഴും അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുടുംബീയത്തിൽ ചോദിക്കാറുണ്ട്, നീ എന്റെ തലയിൽ കയറാൻ വരികയാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ദൈവം അത് അനുവദിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്താ? 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ എന്റെ ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കിയിരിക്കുന്നു. ഈ തലയിൽ കയറാൻ വരുന്നവരോടുള്ള ബന്ധത്തിലും എന്റെ ഹൃദയത്തിൽ ഇടുക്കമില്ല, ഞെരുക്കമില്ല,
കയ്പില്ല, വെറുപ്പില്ല. അവരോട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളോട് കടത്തി വിടുന്നതിന്റെ ഉദ്ദേശം നമ്മളെ ഒരു തൂണാക്കി നിർത്താനായിട്ടാണ്. ഒരിക്കല് മോശ ദൈവത്തോട് പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ല ഇതെല്ലാം കൂടെ വഹിക്കാൻ. അപ്പൊ ദൈവം ചെയ്തൊരു കാര്യം, വേറെ 7 പേരെ തിരഞ്ഞെടുത്തിട്ട് മോശമേലുണ്ടായിരുന്ന ആത്മാവിനെ അവരിലോട് കൂടെ പകർന്നു കൊടുത്തു. എന്ന് പറഞ്ഞാൽ മോശ തന്നെയല്ല വഹിച്ചുകൊണ്ടിരുന്ന, ആത്മാവിന്റെ ശക്തിയിലാണ് മോശ ഇത് വഹിച്ചിരുന്നത്. പുള്ളി മടുത്തുപോയി. അപ്പം താനത് ദൈവത്തോട് പറഞ്ഞ ഉടനെ ദൈവം മോശയിലുണ്ടായിരുന്ന ആത്മാവിന്റെ ഒരു പങ്കെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മൾ വായിക്കണം. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. അങ്ങനെ നമ്മൾ ശക്തരായിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ വഹിക്കാനും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. അവിടെ നമ്മൾ മറന്നു പോകുന്ന കാര്യം, നമ്മളല്ലത് ചെയ്യുന്നത്, നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാണ്. അല്ലെ, നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവനെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എഫേസ്യർ 1:19 വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്നവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ഏതളവിൽ നമ്മളെ തന്നെ വിശ്വാസത്താൽ ദൈവത്തിന് സമർപ്പിക്കുന്നോ, ആ അളവിലാണ് നമ്മൾ ആത്മശക്തിയാൽ നിറയപ്പെടുന്നത്. ആ ശക്തിയാലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രബോധിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനത്തിന്റെ 14:19 നമ്മളിങ്ങനെ വായിക്കുന്ന, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർദ്ധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുവീൻ. അവിടെ പ്രാഥമികമായിട്ട് പറഞ്ഞ സമാധാനത്തിന്, അന്യോന്യം. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർദ്ധനയ്ക്കും. ഈ സമാധാനം നിലനിൽക്കുന്നിടത്തെ ഒരു ആത്മീയ വർദ്ധനയിലേക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ 17-ാം വാക്യത്തിൽ ചിന്തിച്ചിരുന്നു. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ വർദ്ധനയ്ക്കായിട്ട് പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കവരുള്ള നിന്ന് എൻ്റെ മേൽ വീണിരിക്കുന്നു എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. നമുക്കറിയാം, കർത്താവ് പിതാവിന് വേണ്ടിയിട്ടാണ് ഈ നിന്നെല്ലാം സഹിച്ചത്. പിതാവിനെ പ്രതി നമ്മളും പിതാവിനെ പ്രതി, ദൈവത്തെ പ്രതിയാണ് ഈ എല്ലാം സഹിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവമാനിക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും തെറ്റിദ്ധരിക്കപ്പെടാനും. പക്ഷെ അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ മേൽ ആവസിക്കുന്നത്. 2 കൊരിന്ത്യർ 12 അപ്പോസ്തലൻ അതാ പറഞ്ഞു, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടവന്. അപ്പൊ നമ്മൾ അങ്ങനെ ഇതിനൊന്നും ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, പലപ്പോഴും മറ്റുള്ളവരൊക്കെ നമ്മളെ അവമാനിച്ചാൽ നമ്മൾ സഹിക്കും. പക്ഷെ ഭാര്യ അവമാനിച്ചാലോ, സഹോദരന്മാരോ ബന്ധുക്കളോ ഒക്കെ നമ്മളെ അവമാനിച്ചെന്ന് വിചാരിക്കുക, നമ്മളത് പൊറുക്കും. പക്ഷെ ഭാര്യ നമ്മളെ അവമാനിച്ചാലോ നമ്മൾ പറയും അത് പറ്റത്തില്ല, അത് സഹിക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? ഇപ്പം കർത്താവ് എല്ലാവരോടുള്ള ബന്ധത്തിൽ അവമാനം സഹിക്കുക ചെയ്തു. തൻ്റെ ശിഷ്യന്മാർ പോലും തന്നെ അപമാനിച്ചു. ഏറ്റവും പ്രിയ ശിഷ്യനെ പത്രോസ് പോലും ഒരു വേലക്കാരൻ സ്ത്രീയുടെ മുമ്പിൽ, പെൺകുട്ടിയുടെ മുമ്പിൽ അവനെ തള്ളിപ്പറഞ്ഞവനെ അവമാനിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ഇപ്പൊ നമ്മുടെ ക്രിസ്തീയത്തിന്റെ യാത്രയില് ഇങ്ങനെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് നമ്മുടെ ആന്തരികമായ പ്രതികരണങ്ങൾ എന്താ? അവിടെയാണ് നാം നമ്മെ തന്നെ കാണേണ്ടത്. 2 കൊരിന്ത്യർ 13:5 ഇങ്ങനെ വാക്യമുണ്ട്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, ശോധന ചെയ്യുവീൻ. നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഈ അപമാനമൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ അവമാനിച്ചവരുടെ പ്രതികാര ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. നമ്മൾ തിരിച്ചടിക്കത്തില്ല. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഇതൊക്കെ സഹിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ ആയിരിക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നത്. നമ്മളെല്ലാം
വിശ്വാസത്തെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നവരാണ്. ക്രിസ്തീയത്തിന്റെ ആരംഭവും തുടർച്ചയും എല്ലാം വിശ്വാസത്തിലാണ്. പക്ഷെ ഈ വിശ്വാസം യഥാർത്ഥത്തിലുള്ളതാണോ? ആണെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഇതൊക്കെ സഹിക്കും. നിന്ന, അപമാനം, പഴി, ദുഷി, തെറ്റിദ്ധാരണ. പക്ഷെ ഇതൊന്നും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, വിശ്വാസത്തിൽ നിന്ന് വീണുപോയി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അന്നേരം നമ്മൾ വിശ്വാസത്തിലാണെന്നായിരിക്കാം. പക്ഷെ സത്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അന്നേരം വിശ്വാസത്തിലല്ല. തിമോഥെയോസിനോട് അപ്പോസ്തലൻ പറയുമ്പം 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ എന്നെ തന്നെ വിളിച്ചു മനസ്സിലായി, പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും അത് സത്യമല്ല. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ പറയാറുള്ളത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ എതിർത്ത് നിൽക്കുകയും പോരാടുകയും പരാതി പറയുകയൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തിൽ വ്യാജമുണ്ട്, സത്യവിശ്വാസമല്ല. നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആന്തരികമായിട്ട് നമ്മൾ ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്വസ്ഥതയുണ്ടാകും. ഇബ്രാഹിം നമ്മൾ വായിക്കുന്നത് വിശ്വസിക്കുന്നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അസമാധാനമില്ല, അസംതൃപ്തിയില്ല, പരാതികളില്ല, പോരാട്ടമില്ല, കുറ്റപ്പെടുത്തലുകളില്ല. ഇതൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യാജമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പോലെ ചത്ത വിശ്വാസമാണ് നമുക്കുള്ളത്, പ്രവൃത്തി ഇല്ലാത്ത ഒരു വിശ്വാസം. യഥാർത്ഥ വിശ്വാസത്തിലെ നമ്മളെങ്കിൽ പരീക്ഷകളുടെ മുമ്പിൽ നമ്മൾ വെല്ലുവിളിക്കുന്നവരായിരിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ശൗലിന്റെ നേതൃത്വത്തില് ഫിലിസ്ത്യരുടെ യുദ്ധത്തിലായിരുന്നു. ഗോലിയാത്ത് ഇറങ്ങി വരുന്ന ഉടനെ ഈ യഹോവയിൽ വിശ്വാസമുള്ള ശൗലും പട്ടാളക്കാരും ഓടി രക്ഷപ്പെടും. അല്ലെ, വെല്ലുവിളിച്ചുകൊണ്ട് വരുന്ന ഉടനെ ഇവരെല്ലാം ഓടി രക്ഷപ്പെടും നമ്മൾ കാണും. അന്നേരം ദാവീദ് ചെല്ലുന്നു. ദാവീദ് ഇത് കേട്ടപ്പോൾ ദാവീദിന് എന്താ തോന്നി? ദാവീദ് വെല്ലുവിളിക്കുക ചെയ്തു, ഈ സൈന്യങ്ങളുടെ യഹോവയെ ദൈവത്തെ നിന്ദിക്കാൻ ഇവൻ ആര്? ഇവനെ ഞാൻ കൊല്ലും യഹോവയുടെ നാമത്തിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ബലാത്കാരത്തിന്റെ ആത്മാവായിരിക്കും വരുന്നത്. ഇപ്പൊ നമുക്കെതിരായിട്ട് ഒരാള് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബലാത്കാരത്തിന്റെ ആത്മാവാകും. നമ്മൾ അതിനോട് തിരിച്ചടിക്കാതെ നമ്മളെ തന്നെ അവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. നിരാശയുടെ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നിരാശയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നമ്മൾ നിരാശയോട് ദാവീദ് ഗോലിയാത്തിനോട് പോരാടി പോലെ തന്നെ പോരാടും. ഒരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നടത്തിയിട്ട് നമ്മൾ അതിനോട് പോരാടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഏത് പാപത്തോടുള്ള ബന്ധത്തിലും നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടം ഉണ്ടാകും. നിരാശപ്പെടാതെ, ഭയപ്പെടാതെ നമ്മൾ പോരാടിക്കൊണ്ട് എതിർത്ത് നിന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിലല്ല ഇരിക്കുന്നത്. ഇവിടെ 2 കാര്യം, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം നമ്മളിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളിലുണ്ട്, അല്ലെങ്കിൽ കർത്താവ് നമ്മളിൽ ഇല്ല. അല്ലെ, വിശ്വാസത്തിൽ നമ്മൾ വീണുപോയി. ഈ വിശ്വാസമാണ് നമ്മളെ ശക്തീകരിക്കുന്ന ഒരു കാര്യം. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരവാസമുള്ളൂ. വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കത്തില്ല. 2 പത്രോസ് 1-ാം അധ്യായത്തില് അപ്പോസ്തലൻ എഴുതുമ്പോൾ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടാൻ പറയുന്നുണ്ട്. വീര്യമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ല, ഈ വിശ്വാസം ലോകത്തെയും ജയിക്കും. അപ്പൊ യഥാർത്ഥ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ 1 യോഹന്നാൻ 5:5 നമ്മൾ വായിക്കുന്നത്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകം എന്ന് പറയുമ്പം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ നമ്മളിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ജയിച്ചോണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇരിക്കുന്നില്ലെങ്കിൽ
ഇതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നാം ഇതിനൊക്കെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ദുർമോഹങ്ങൾക്കും ധനമോഹത്തിനും പരാതിക്കും കുറുകുറുപ്പിനും കയ്പിനും കുറ്റപ്പെടുത്തലിനും നിരാശയ്ക്കൊക്കെ നമ്മൾ അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ജയാളികളായിരിക്കും. ഏതിനോടും നമ്മൾ വിശ്വാസത്താൽ പോരാടിക്കൊണ്ടേയിരിക്കും, എതിർത്ത് നിന്നുകൊണ്ടേയിരിക്കും. ശക്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ നിലയിലുള്ള ഒരു ശക്തിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓട്ടത്തിലായിരിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ താങ്ങാനും ഉത്സാഹിപ്പിക്കാനും ബലപ്പെടുത്താനും കഴിയത്തുള്ളൂ. ഇപ്പം ഈ നമ്മുടെ വിശ്വാസം കണ്ടിട്ട് വേണം. ഇപ്പം പൗലോസിനോട് അല്ല തീമോഥെയോസിനോട് പൗലോസ് പറയുമ്പം ചിലതൊക്കെ പിൻപറ്റാനായിട്ട് പറയുന്നുണ്ട്. 2 തീമോഥെയോസ് ലേഖനത്തിലെ 3-ാം അധ്യായം 10-ാം വാക്യത്തില് നീ ഒരു ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത. അപ്പൊ ഇതൊക്കെ പൗലോസിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. തീമോഥെയോസ് നോക്കിക്കണ്ട കാര്യങ്ങളാണ് അതൊക്കെ. തുടർന്ന് 14-ാം വാക്യത്തിലേക്ക് വരുമ്പം തീമോഥെയോസിനോട് പറയുന്നു, നീയോ ഇന്നവരോട് പഠിച്ചതെന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അപ്പൊ നമ്മളിൽ നിന്നും മറ്റുള്ളവര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാ കാണണ്ടേ. നമ്മുടെ വിശ്വാസം, ഉദ്ദേശം, നടപ്പ് ജീവിതത്തെ കുറിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ട് അനുകരിക്കുന്ന തലത്തിലേക്ക് അവർ വരണ്ടേ. പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫില് നമ്മൾ അനുകരിക്കാനുള്ളൊരു മാതൃക പലപ്പോഴും അവശേഷിപ്പിക്കാറില്ല. കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അവന്റെ കാഴ്ചയോടെ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ആ നിലയിൽ ഉള്ളൊരു യാത്രയിലാണ് നമ്മൾ ശക്തരാണെന്ന് തെളിയിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പലപ്പോഴും തെറ്റായ ധാരണകളുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലെ അപ്പോസ്തലൻ എഴുതുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, താൻ അല്പനായിരിക്കെ മഹാനെന്ന് ഒരുവൻ നിരൂപിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു. താൻ അല്പനായിരിക്കെ മഹാനെന്ന് നിരൂപിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമ്മളൊരു സ്വപ്നലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കുക ഞാൻ മഹാശക്തിമാനാണ്, അല്ലെ നമുക്ക് കുറച്ചേ വിശ്വാസമുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ വളരെ വിശ്വാസമുള്ള ആളാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. ഓരോരുത്തരും തന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തിനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തരും താൻ്റെ ചുമട് ചുമക്കുമല്ലോ. നാം ഈ പരീക്ഷകളിൽ നമ്മളെ തന്നെ വിധിക്കുന്നവരാണെങ്കിൽ നമ്മൾ അധികം പ്രശംസിക്കത്തില്ല. കാരണം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ശരിയായ ഒരു വിലയിരുത്തൽ കിട്ടും. എനിക്ക് വിശ്വാസം, ഈ പറയുന്ന വിശ്വാസമൊന്നുമില്ല, സഹിഷ്ണുതയില്ല, താഴ്മയില്ല, കരുണയില്ല, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അവിടെ പറഞ്ഞിരിക്കും ഓരോരുത്തരും തന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ തന്റെ പ്രശംസ. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ ശോധന ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് താഴാൻ കഴിയും, നമ്മളെ തന്നെ താഴ്ത്താൻ കഴിയും. നമ്മളൊരു സ്വപ്നലോകത്താണെങ്കിൽ നമുക്ക് താഴ്മയിലേക്ക് വരാൻ കഴിയത്തില്ല. ഒരു വഞ്ചനയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഉദ്ദേശവും ഇതൊക്കെ നമ്മൾ ശോധന ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരെ താങ്ങാനായിട്ടും കഴിയും. അപ്പൊ നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ഉന്നത ചിന്തയുള്ളപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ താങ്ങാനും സഹായിക്കാനും കഴിയാതെ പോകുന്നത്. നമ്മളെക്കുറിച്ച് തന്നെ ഒരു താഴ്ന്ന ചിന്തകളുള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരെ താങ്ങുക, സഹായിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ അവരുടെ പ്രവൃത്തി കണ്ട് മുറിപ്പെടത്തില്ല, അസ്വസ്ഥപ്പെടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് അസ്വസ്ഥപ്പെടും.
ഇത്രയും കാലമായിട്ടും ഇത്രയൊക്കെ ആയുള്ളൂ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എത്ര കാലമായി, എന്നിട്ടും പിള്ളേരെ പോലെ ആണല്ലോ. ഇതിന് കാരണം നാമും പല തലങ്ങളിലും അങ്ങനെ ആണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. ചില ഏരിയയിൽ നമ്മൾ ശക്തരായിരിക്കും, മറ്റ് ചില ഏരിയയിൽ നമ്മൾ തളർച്ചയുള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ശക്തമായ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത്, അവരങ്ങനെ അല്ലാന്ന്. പക്ഷെ നമ്മുടെ ബലഹീനതയുടെ തലത്തിൽ നമ്മൾ നിന്നിട്ട് അവരെ നോക്കി കാണുകയാണെങ്കിൽ മറ്റു പല തലങ്ങളിൽ അവർ നമ്മളെക്കാൾ സ്ട്രോങ് ആയിരിക്കും, ശക്തരായിരിക്കും. അപ്പം നമ്മളെ കുറിച്ച് തന്നെ നമുക്കൊരു ശരിയായ വിലയിരുത്തൽ ലഭിക്കാനായിട്ട് ഇടയാകും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ചർച്ച എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗലാത്യരിൽ പറഞ്ഞു അന്യോന്യം ഭാരങ്ങളെ ചുമപ്പീൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം ചുമക്കാൻ. കാരണം നമുക്കെല്ലാം ഭാരങ്ങളുണ്ട്, അല്ലെ ബലഹീനതകളുണ്ട്. വേറൊരാളുടെ ബലഹീനത ഞാൻ ചുമക്കുന്നിടത്താണ് എൻ്റെ ബലഹീനത വേറൊരാൾ ചുമക്കത്തുള്ളൂ. അത് ചുമക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആ സഹോദരന്റെ ബലഹീനതയെ കുറിച്ച് മറ്റാരോടും പറയത്തില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ അതിനെ ഒതുക്കുകയും ആ സഹോദരനോട് പ്രാർത്ഥിക്കുകയും ആ സഹോദരനെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ബലഹീനതയെ കുറിച്ച് ഒത്തിരി പേരോട് പറയും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒത്തിരി തലങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഒരു സുബോധത്തിലേക്ക് നമ്മൾ വരുന്നത്. ആ സുബോധത്തിൽ വരുന്നിടത്താണ് ഒരു ദൈവികമായ പണി നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു നിരാശയുടെ ആവശ്യമില്ല. നമ്മൾ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന രീതിയിലായിരിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക്, പുള്ളിക്ക് 75 വയസ്സായി. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി കാലം കൃഷി ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പൊ അന്ന് എത്ര വലിയ ഒരു പണി വന്നാലും ഞങ്ങൾ കൂളായിട്ട് അത് ഏറ്റെടുക്കും. അന്ന് ഭയങ്കര മാനസിക ധൈര്യമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇപ്പൊ അന്നത്തെ കാര്യമൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് പറ്റത്തില്ലെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറയും. സോരം പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ ഇപ്പോഴും പറ്റൂന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാന് ശക്തനാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീഴ്ചകളും ബലഹീനതകളും നമ്മൾ അംഗീകരിക്കുന്നിടത്ത്, വിധേയപ്പെടുത്തി കൊടുക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിച്ചിട്ടാണ് നമ്മളെ നിൽക്കാനായിട്ട് സഹായിക്കുകയും ഓടാനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ കാണുമ്പോൾ ഒരു എക്സ്റേ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന പോലെയാണ്. ആ സ്കാൻ ചെയ്യുന്നത് നിരാശപ്പെടാനല്ല, അത് കണ്ടെത്തി അതിനെ ചികിത്സിച്ച് ഭേദമാക്കാനാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിനും ഭാഗ്യമായിരിക്കുമ്പോൾ നമ്മുടെ ഓരോ തലങ്ങളും തിരിച്ചറിയുന്നിടത്ത് സാത്താൻ വന്നിട്ട് നമ്മളോട് പറയും, നീ ഓടാൻ നിൽക്കേണ്ട, ജയിക്കത്തില്ലെന്ന് പറയും. പക്ഷേ ദൈവാത്മാ നമ്മളോട് പറയുന്നത്, നീ എന്നെ ഓടാൻ ഞാൻ സഹായിക്കാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ എപ്പോഴും വചന കേൾവി നമ്മൾ നടത്തേണ്ടത്. ഒരിക്കലും നമ്മളെ വചനത്തിന്റെ കേൾവി നിരാശയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരിക്കലും രക്ഷയിലേക്കൊക്കെ വന്ന സമയത്ത് ഒരു വചനം എന്നെ വല്ലാണ്ട് ഇടിച്ചു താഴ്ത്താൻ തുടങ്ങി. 50 സങ്കീർത്തനം. സങ്കീർത്തനത്തില് ഇതിന്റെ 16-ാമത്തെ വാക്യമാണ്. എപ്പോഴെങ്കിലും ഇപ്പൊ സഹോദരന്മാരുടെ കൂട്ടായ്മയിൽ ഞാൻ വചനം ഷെയർ ചെയ്യാൻ വാ പൊളിച്ച ഉടനെ ഈ ഒരു ചോദ്യം എന്റെ നേരെ വരുന്നത്, ദുഷ്ട, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നത്, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാൻ എന്റെ നിയമത്തെ നിന്റെ വായിലെടുക്കാൻ നിനക്കെന്ത് കാര്യം? അപ്പൊ എന്റെ ഉള്ള ധൈര്യം എല്ലാം ചോർന്നു പോകും. ഞാൻ ആകെപ്പാടെ ഡിപ്രസ്ഡ് ആയി പോകും. പിന്നീട് എനിക്ക് മനസ്സിലായി, സാത്താനായി ഇത് പറയുന്നത്, ദൈവമല്ല പറയും. കാരണം നമ്മൾ ഒരിക്കൽ ദുഷ്ടനായിരുന്നു, ശരിയാതെ നമ്മൾ പാപത്തിന് അടിമയായിരുന്നു. നമ്മൾ അവിടുന്ന് കർത്താവിലേക്ക് വന്ന് ദൈവത്തിലായി തീർന്നു. ഇനി നമ്മളെ തന്നെയാണ് ദൈവം ഈ വചനം സംസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എതിർവശത്ത് നിന്ന് സാത്താൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതെന്നെ കുറെ കാലം എന്നെ തളർത്തിക്കളഞ്ഞു, എന്റെ ധൈര്യം ക്ഷയിപ്പിച്ചു. വചനമായിട്ട് നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയത്തില്ല. ഒരിക്കലും സാഗ് ബ്രദർ ഒരു ഉദാഹരണം പറഞ്ഞു.
ബ്രദർ ഒരു സ്വപ്നം കണ്ടു. ബ്രദർ സ്വപ്നം കണ്ട എങ്ങനെയാന്ന് ചോദിച്ചാൽ, ബ്രദർ ഒരിടത്തൊരു മെസ്സേജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സ്വപ്നത്തിൽ കാണുക ബ്രദർ ഉറങ്ങുമ്പോൾ ഇന്നത്തെ നിന്റെ മെസ്സേജ് തീരെ കൊള്ളത്തില്ലായിരുന്നു, വളരെ മോശമായിരുന്നു. അപ്പം ബ്രദർ ആകെപ്പാടെ ഇങ്ങ് വിഷമിച്ചു, നിരാശനായി. സ്വപ്നത്തിലെ അവസ്ഥയാണ്. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം ദൈവം പറഞ്ഞു, അതാരാ പറയുന്നത്, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. ബ്രദർ കണ്ണ് സ്വപ്നത്തിൽ നോക്കുമ്പോ സാത്താനാ പറയുന്നത്, ദൈവമല്ല പറയുന്നത്. സാത്താൻ ബ്രദറിനെ നിരാശനാക്കാനായിട്ട് ക്ഷീണിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളില് ഇങ്ങനത്തെ ചില ചിന്തകളുമായിട്ട് സാത്താൻ വരും. നിനക്കെന്താ യോഗ്യത? ഇപ്പം രാവിലെ സഹോദരിയായിട്ടൊരു കലമ്പലുണ്ടായി, ഇന്നിപ്പം വചനം ഷെയർ ചെയ്യണം അല്ലെ, നിൽക്കുന്ന സാത്താൻ ചോദിക്കും നിനക്കെന്നാ കാര്യം? പക്ഷെ അവിടെ നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അന്നേരം തന്നെ എഴുന്നേക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടായി നമ്മളത് ഇല്ല. പൗലോസപ്പോസ്തലൻ വിചാരണയ്ക്കിടയ്ക്ക് മഹാപുരോഹിതനോട് പറഞ്ഞു, വെള്ളം തേച്ചിട്ട് ഇവരെ ദൈവം നിന്നെ അടിക്കും, നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിധിക്കാതിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് അടിക്കാൻ കൽപ്പിക്കും. ഒരാൾ ചോദിച്ചു, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനാണോ ഇങ്ങനെ പറയുന്നത്? ഉടനെ പറഞ്ഞു, അയ്യോ മഹാപുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പൗലോസിന്റെ ധൈര്യമൊന്നും ക്ഷയിച്ചില്ല, പിന്നെ ധൈര്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ നമ്മളും പലപ്പോഴും സാത്താൻ ഇങ്ങനത്തെ ഒരു സൈഡിൽ കൂടെ വരും. നമ്മൾ തിരിച്ചറിയാനുള്ള സെൻസ് ഉള്ളവരായിരിക്കണം. അത് ഇല്ലെങ്കിൽ സാത്താൻ നമ്മളെ നിരാശപ്പെടുത്തി കളയും. ഇപ്പൊ ഓരോ വചനകേൾവിക്ക് ശേഷവും സാത്താൻ നമ്മുടെ അടുത്ത് വരും. പരിശുദ്ധാത്മാവ് അടുത്തുണ്ട്, സാത്താനും വരും. സാത്താൻ വന്നിട്ട് പറയുന്നത് എന്താ? കേട്ടില്ലേ, നിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, നീ ശരിയല്ലല്ലോ, നീ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുക ചെയ്യുന്നു, നമുക്ക് കൂടുതൽ വിശ്വാസം തരിക ചെയ്യുന്നു, നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുക ചെയ്യുന്നു. അപ്പൊ അവിടെ കണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മാനസാന്തരപ്പെടുന്നു, നമ്മളെ തന്നെ താഴ്ത്തുന്നു, ദൈവങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഈ രണ്ട് ശബ്ദവും നമ്മുടെ സമീപത്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവശബ്ദമാണ് നമ്മൾ ഉറപ്പാക്കി. ഇപ്പൊ ദൈവത്തിന്റെ വചനം ഒരിക്കലും, പ്രത്യേകിച്ച് പുതിയ നിയമ കാലഘട്ടത്തിൽ, നിരാശപ്പെടുത്താനായിട്ടോ കുറ്റപ്പെടുത്താനായിട്ടോ നമ്മളോട് സംസാരിക്കത്തില്ല. നമ്മളിപ്പം വായിച്ച വാക്യം, ആ വാക്യം കൂടെ നോക്കാം. റോമാലേഖനം 15-ാം അധ്യായത്തില് 4-ാമത്തെ വാക്യം, എന്നാൽ മുന്നേ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ എല്ലാ തിരുവെഴുത്തുകളും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ? തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ വചനകേൾവി എപ്പോഴും നമ്മുടെ മാനസാന്തരത്തിലേക്കും പ്രത്യാശയിലേക്കാണ് നടത്തേണ്ടത്. എപ്പോഴെങ്കിലും നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടുകയും നമ്മൾ നിരാശപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേൾവിയിൽ എന്തോ തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേട്ടതിന്റെ കുഴപ്പമാണ്. അപ്പൊ ദൈവത്തിന് എപ്പോഴും നമ്മൾ ഈ 2-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ ഉള്ളിൽ ആത്മീയവർദ്ധനയിലേക്ക് നടത്താൻ കൂടുതൽ വിശ്വാസം, കൂടുതൽ ധൈര്യം, കൂടുതൽ പ്രത്യാശ, ഇതിലേക്കൊക്കെ എപ്പോഴും ദൈവനെ നമ്മളെ നടത്താനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും നിരാശപ്പെടാനുള്ള ഒരു കാര്യവും ഇല്ല. നമുക്ക് പ്രത്യാശയോടുകൂടി വേണം ദൈവനെ കേൾക്കാൻ. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഏറ്റു പറയണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും. നമ്മുടെ രഹസ്യത്തിൽ സാത്താനോട് പലപ്പോഴും അത് ഏറ്റുപറച്ചിൽ നടത്തേണ്ടി വരും. നമ്മൾ നിരന്തരം സഭയിൽ നമ്മൾ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ഇനിയും ഏറ്റുപറച്ചിൽ നടത്താം. ദാവീദ് ഏറ്റുപറച്ചിലാണ്, ഞാൻ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ ഞാൻ ദൈവത്തിന്റെ നാമത്തിലാണ് വരുന്നത്, ഞാൻ ഈ പാപത്തെ ജയിക്കും, എന്നെ കാൽ കീഴാക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു ഏറ്റുപറച്ചിലുമായിട്ട് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ടോടാം. അതിനോട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, രാത്രിക്കായി നന്ദി പറയുന്നു. അവിടുത്തെ വരവ് വളരെയേറെ അടുത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഉണർന്ന് തല പൊക്കാനായിട്ട് അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങിപ്പോകാതെ, സുബോധം നഷ്ടപ്പെട്ടു പോകാതെ, പ്രത്യാശയോടെ അവിടുത്തെ വരവിന്റെ ശബ്ദം കേൾക്കാനുള്ള ഒരുക്കത്തോടെ ഉണർന്നിരിപ്പാൻ തക്കോണം ആത്മാവിലെ അടികളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിനാൽ അടികളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.